ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. പൂരുവംശോൽപ്പത്തി. എങ്കിലോ കേട്ടുകൊള്ളുക പൂരുവാം നരേന്ദ്രന് പങ്കജ സമമുഖിയാകിയ ശതരുരി പത്നിയായി വന്നാളവൾ 3 മക്കളെ പെറ്റാൾ എന്നതിൽ മുമ്പേനല്ലോ ശൂരനാം പ്രവീരാഖ്യൻ. അവന്റെ പത്നിയല്ലോ ശൈബയെന്നറിഞ്ഞാലും അവൾ പെറ്റുള്ളൂ നല്ല മനസ്സുവെന്ന നൃപൻ. രാജീവ വിലോചനൻ സുഭ്രു അഭയതൻ. ഇങ്ങനെ 3 മക്കൾ മനസ്സു നൃപനുണ്ടായി. അവരിൽ അഭയതൻ തന്നുടെ സുതരല്ലോ സുന്വാനും വസുനാഭൻ ഗർഗനും രമ്യൻ താനും. അവരിൽ സുന്വാനുടെ വല്ലഭ രഥന്ധരി. അവൾ പെറ്റുണ്ടായി വന്നു വീരനാം യവീയനും ഗന്ധർവീ യവീയനാം ഭൂപതി തന്റെ പത്നി. സന്തതി അവൾ പെറ്റും 8 പേരുണ്ടായി വന്നു. ശൂരനും ദൃഢധന്വ വപുഷ്മൻ രുദ്രാശ്വനും വൃഷദശ്വനും ബൃഹദശ്വനും ജയന്മനു എന്നിവറുകളിൽ വെച്ചു രുദ്രാശ്വനായ നൃപൻ ഉന്നതസ്ഥനിയായോരപ്പര സ്ത്രീയെ വേട്ടാൻ. അവൾ പെറ്റുണ്ടായി വന്നു നല്ലനാമൃജേയുവും കക്ഷേയു കൃഗണേയു പിന്നയസ്തണ്ടിലേയു അഞ്ചാമൻ വനയേയുവും പിന്നയ ജലേയുവും തേജേയു സത്യയേയുവും ധർമ്മേയു സന്നതേയു എന്നിവർ 10 പൃഥ്വി നായകന്മാരുണ്ടായി. എന്നതിൽ ഹൃദയുവിൻ നന്ദനമതിനാരൻ തംസുവും മഹാനതിരഥനും ദ്രുഹിതാനും. മതിനാരന്റെ പുത്രരിങ്ങനെ 4 പേരും. തംസുവിൽ നിന്നിലിലനെന്നുണ്ടായാനൊരു സുതൻ പത്നിയും ഉണ്ടായി വന്നു ചൊല്ലടും രഥന്ധരി. അവൾ പെറ്റഞ്ചു മക്കൾ ദുഷ്യന്താദികളല്ലോ. ദുഷ്യന്തൻ തന്റെ പത്നി ലക്ഷണ എന്ന നാരി. ലക്ഷണ പെറ്റു ജനമേ ജയനെന്ന നൃപൻ. ചൊൽക്കണ്ട വിശ്വാമിത്രപുത്രിയാം ശകുന്തള മുഖ്യനാം ദുഷ്യന്തന്റെ കാന്തയായി വന്നാൾ. പിന്നെ അവൾ പെറ്റുള്ളൂ നല്ല ഭരതനെന്ന വീരൻ. ഭാരതമെന്നത് അവൻ മൂലമായി ചൊല്ലിയിടുന്നു. പാരിതിൽ പ്രാജ്ഞന്മാരായിടിന ബുധജനം. കേൾക്ക നീ നരാധിപ ചൊല്ലുവൻ മടിയാതെ. ദക്ഷനും വൈവസ്വതൻ മനുവും ഭരതനും പൂരുവും കുരുതാനും അജമീഠനുമിവർ 6 പേർ പോക്കൽ നിന്നുമുണ്ടായ നൃപന്മാരോ 100,000 അല്ലെണ്ണുകിലുള്ളൂ നൂനം. പാരിതിൽ ക്ഷത്രിയരും വർദ്ധിച്ചാരതുമൂലം. പുണ്യങ്ങളായ കഥാഭേദങ്ങൾ കാലഭേദമിന്നിയും ഒരു വഴി ചൊല്ലുവൻ അതു കേൾനി. പൂർവരാജോൽപ്പത്തി. 10 പേരുണ്ടായി മുന്നം പ്രാചീന ബർഹിസ്സുകൾ. ക്രുധന പ്രജേതസിൻ മക്കളെന്നറിഞ്ഞാലും മേഘങ്ങൾ തമ്മിൽ ഉരുമ്മിടുമ്പോൾ ഉണ്ടായി വന്ന ഭീകരാഗ്നിയിൽ വീണു ബന്ധുപോയാർ പോലവർ. അവരിൽ നിന്നുണ്ടായി ദക്ഷനെന്നതും ചൊല്ലും. അവനും വിരീണിയാം നാരിയെ സംപ്രാപിച്ചാൻ. അവൾ പെറ്റാത്മജന്മാരായിരം ഉണ്ടായി വന്നാരവർക്കു സാഖ്യജ്ഞാനം നാരദനുറപ്പിച്ചാൻ. അതിനാൽ അവർകളും മൈഥുനമുപേക്ഷിച്ചാൻ. മതിമാന്മാരെയൊക്കെ ബ്രഹ്മചാരികളായി. സന്തതി അവരിൽ നിന്നുണ്ടാകാഞ്ഞതു മൂലം എന്തൊരു വഴി സൃഷ്ടിക്കെന്നു ചിന്തിച്ചു ദക്ഷൻ. 50 പെണ്ണുങ്ങളെ പിന്നെയും ജനിപ്പിച്ചു. 50 കാശ്യപനു കൊടുത്തു 13. 10 ധർമ്മനും ചന്ദ്രൻ 27 നൽകി. അവരിൽ അതിഥിയാം കാശ്യപപത്നി പെറ്റിട്ട് ആദിത്യന്മാരുണ്ടായി ലോകത്തെ പ്രകാശിപ്പാൻ. എന്നതിൽ വിവസ്വാന്റെ പുത്രനായതു യമൻ. പെണ്ണുമൊന്നുണ്ടായി വന്നു യമിയെന്നവൾക്കു പേർ. പിന്നെയുമുണ്ടായതു മനുവെന്നൊരു മകൻ. മാനവന്മാരെല്ലാരും അവങ്കൽ നിന്നുണ്ടായി. വിപ്രന്മാരായാരതിൽ ചിലരെന്നതേ വേണ്ടു. പൃഥ്വി നായകന്മാരായി വന്നിതു ചിലരുടോ. വേനനും വിഷ്ണുതാനും നരിഷ്യൻ നാഭാഗനും ഇക്ഷ്വാകു കരൂഷനും ശര്യാദി പുനരിളൻ വൃഷധ്രൻ ദുഷ്ടനിവർ 10 പേർ നൃപേന്ദ്രന്മാർ. പിന്നെയും 19 നന്ദനന്മാരുണ്ടായാർ. അന്യോന്യം യുദ്ധം ചെയ്തു മരിച്ചാരവർകളും 10 പേരുണ്ടായിട്ടതിൽ 8-മനാകും ഇളൻ. മുത്തണി മുലയാളായി വന്നാനെന്നറിഞ്ഞാലും
അക്കഥ പറയുമ്പോൾ എത്രയും പെരുപ്പമുണ്ട കയൽ കണ്ണി തന്നെ കൈക്കൊണ്ടാനന്ന് ബുധനു കുരൂരുവാവെന്നൊരു മകനുണ്ടായി. അതിമാനുഷനായ കർമ്മങ്ങൾ ചെയ്താനവൻ. സോമവംശത്തിങ്കലേക്കാദിരാജാവും അവൻ. ഭൂമിയും സമുദ്രദ്വീപങ്ങളുമൊക്കെ വാണാൻ ദിവ്യരത്നങ്ങൾ ധനധാന്യങ്ങൾ എന്നതെല്ലാം ഉർവീശനാകുമൈളനാർജിച്ചാൻ അസംഖ്യമായി. എന്നിട്ടും മതിയായില്ലവനെന്നല്ലോ കേൾപ്പൂ. നന്നിത് ലോഭത്തിൻ്റെ മഹിമ നിരൂപിക്കിൽ. ബ്രഹ്മസ്വമായുള്ളതും അടക്കി തുടങ്ങിനാൻ കർമ്മദോഷങ്ങളെന്നു കൽപ്പിച്ചാൽ മറയോരും. അക്കാലം സനൽകുമാരൻ മുനി ശപിക്കയാൽ ഉൾക്കാമ്പിൽ മദനമാൽ മൂർച്ഛിച്ചു നരവതി. മൈക്കണ്ണി മണിയായോരുർവശി തന്നെ കണ്ടു തൈക്കൊങ്ങ പുണരാഞ്ഞു ദുഃഖിച്ചു വിവശനായി. നഷ്ടസഞ്ജനുമായി ഗന്ധർവലോകത്തിങ്കൽ മട്ടോലും മൊടിയാളുമായവൻ നടകൊണ്ടാൻ. മധുരാധരിയുമായി അധരപാനം ചെയ്തും മതിരാപാനം ചെയ്തു മതിയും മറന്നവൻ. 60,000 അറുതി വന്നതില്ല. വർദ്ധിച്ചു മദനമാൽ രമിച്ചു വസിപ്പോളം വിരക്തി വരുമെന്നതൊരുത്തൻ. നിനക്കേണ്ട വർദ്ധിക്കും ദിനം പ്രതി. ആജ്യ സമിതാദികൾ വേണ്ടുവോളം പിന്നെയും ഹോമിപ്പോളം ജ്വലിച്ചു വരുമത്രേ. സേവിച്ചോളവും നന്നായി വർദ്ധിച്ചു വരും കാമം. സേവിച്ചാൽ മതിയാമെന്ന് അജ്ഞന്മാർ പറഞ്ഞിടും. ആവോളം അകലത്തു വെടികയൊഴിഞ്ഞേതുമാപതിൽ അനുരാഗം വേറിട വേണമെങ്കിൽ. ദിവ്യമാനിനിയായോരുർവശി രമിപ്പിച്ചിട്ടുർവേ നായകനേതും വന്നതിൽ അലംഭാവം. ആരവാർ മുലയാളാം ഉർവശി അവൻ 6 പുത്രന്മാരുണ്ടായി വന്നിതെന്നറിഞ്ഞാലും. ആയുസ്സും ധീമാനനും വസുവും ദൃഢായുസ്സും 5-മൻ വനായുസ്സും 6-മൻ ശതായുസ്സും. ഇവരിൽ ആയുസ്സിനു 4 പുത്രന്മാരുണ്ടായി. നഹുഷൻ മുമ്പിൽ വൃദ്ധശർമാവോ 2-മവൻ. അജിരായുസ്സും അനേനസ്സും എന്നവർക്കു പേർ. അവരിൽ അവനീശനായി വന്നു നകുഷനും. അവന്റെ പരാക്രമം പറകിൽ അരുമയാം. ഭൂമിയും വാനോർനാടും അടക്കി വാണാനവൻ. ഭൂന്തീനവൻ ഐന്ദ്രം പദവും അടക്കിയാൻ. പൗലോമി കുളിർമുല പുൽകുവാൻ ഭാവിച്ചല്ലോ മാമുനിമാരെ കൊണ്ടു തണ്ടടിപ്പിച്ചതവൻ. അഗസ്ത്യൻ തന്റെ ശാപം കൊണ്ടൊരു പെരുമ്പാമ്പായി ധന്യനാം ധർമ്മജനെ കാണോളമിരുന്നു പോൽ. അവനും 6 മക്കൾ യതിയും യയാദിയും സംയാദിയെന്നും പുനരായാദിയാദിയെന്നും ഉദ്ധവനെന്നും അവർ തമ്മുടെ നാമമെല്ലാം. അവിടെ യയാദിക്കു വന്നിതു രാജ്യം. പിന്നെ അവനും 2 വേട്ടാനെന്നു കേട്ടിരിക്കുന്നു. ഋഷി കന്യകയായ ദേവയാനിയും പിന്നെ വൃഷപർവാവിൻ മകളാകിയ ശർമ്മിഷ്ഠയും. ദേവയാനിക്കു മക്കൾ യദുവും ദുർവശുവും ദ്രുഹ്യവും അനുദ്രുഹ്യു പൂരുവും. ശർമ്മിഷ്ഠയ്ക്കും അക്കാലം യയാദിക്കു ശുക്രന്റെ ശാപം കൊണ്ടു ദുഷ്കർമ്മവശാൽ വന്നു നിറഞ്ഞു ജരാനര. കൈക്കൊണ്ടാൻ അത് പൂരു മറ്റാരും കൈക്കൊള്ളാഞ്ഞു. മക്കളിൽ അനുജനം പൂരുവിനായി രാജ്യം മുഖ്യനായൊരു താതൻ ചൊന്നതു കേട്ട മൂലം. അക്കഥയൊക്കെ ചൊല്ലിൽ മറ്റൊന്നിനില്ല കാലം. സൽഗുണനിധേ ജനമേ ജയ നൃപോത്തമ. വൈശമ്പായനൻ പുനരിങ്ങനെ പറഞ്ഞപ്പോൾ സംശയം മനക്കാമ്പിലുണ്ടായി പരീക്ഷിതൻ. താപസകുലവരരത്നമേ ജയ ജയ താപങ്ങളിവ കേട്ടാലുണ്ടാമോ മനക്കാമ്പിൽ. ശുക്രമാമുനിതന്റെ പുത്രിയാൻ ദേവയായി മുഖ്യനാം യയാദിക്കു ഭഗ്നിയായി വന്നതോർത്താൽ ഒക്കുന്നില്ലേതും പ്രാതിലോമ്യമല്ലയോ മുനേ. മൈക്കണ്ണി ശർമ്മിഷ്ഠയും അസുരനാരിയല്ലോ. കൈക്കൊള്ളുവാൻ അവകാശമെന്തതു നരാധിപനൊക്കവേ ചുരുക്കമായി അരുളി ചെയ്തിടണം. അക്കഥ നമുക്കിതിൽ കൗതുകമുണ്ടുവാരം. സൽക്കഥ കേട്ടാൻ മതിയാകയില്ലൊരിക്കലും. അപ്രകാരങ്ങളെല്ലാം കേൾക്ക നീയെങ്കിലിപ്പോൾ അത്ഭുതമുണ്ടു പാരം. ദുച്ഛോദ്യമല്ലയേതും. ഓം നമോ ഭഗവതേ വാസുദേവായ.